Welcome to plus 2 mathematics classes. Chapter 6 Application of Derivatives. Approximation in the section le രണ്ടാമത്തെ question ആണിത്. Find the approximate value of f of 2.01 where fx is equal to 4x square plus 5x plus 2. അപ്പോൾ അപ്രോക്സിമേഷൻ ചെയ്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 4 സ്റ്റെപ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ 4 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ അതേ രീതി തന്നെയാണ് ഇത്തരം ക്വസ്റ്റ്യനിലും ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എഫ് എക്സ് ഫസ്റ്റ് നമ്മുടെ അൽഗോരിതത്തിലെ അതായത് വർക്കിംഗ് റൂളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് എഴുതിയെടുക്കാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 2 തന്നിട്ടുള്ള ഫംഗ്ഷനാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എക്സിനെയും ഡെൽറ്റ എക്സിനെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് എക്സ് ഇവിടെ ഈ എക്സിന് എന്ത് കൊടുത്താൽ അല്ലെ പെർഫെക്റ്റ് വാല്യൂ എന്നാണ് നമ്മൾ അവിടെ നോക്കിയത്. ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് 2.01 ആയിരിക്കും എന്ന ആ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് 2നെ എക്സ് എന്നും 2 ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. അതാണ് പെർഫെക്റ്റ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 എക്സിന്റെ വാല്യൂ 2 എന്നും ഡെൽറ്റ എക്സ് ആ ചെറിയ ഒരു ഇൻക്രീസ് 0.01 എന്നും കൊടുക്കാം. Okay, such that x plus delta x is the value which I have to find in the question. അപ്പോൾ x plus delta x നമുക്ക് 2.01 കിട്ടി. ഇനി ഫസ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡെൽറ്റ വൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 2.01. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 2.01 ആണ്. മൈനസ് എഫ് ഓഫ് 2 ഡെൽറ്റ വൈ. അപ്പൊ ഇനി എഫ് ഓഫ് 2.01 മാത്രം ഒന്ന് എഴുതി നോക്കാം. 2.01 ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ പ്ലസ് എഫ് ഓഫ് 2. ഈ എഫ് ഓഫ് 2 എന്താ? ഈ എഫ് ഓഫ് എക്സില് എക്സിന് പകരം 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്താ വരിക? 4 4s are 16 പ്ലസ് 5 2s are 10 പ്ലസ് 2 8 2 28 എന്നാണ് വരുന്നത് അല്ലെ. ഓക്കെ, which is equal to delta y plus 28. അപ്പോൾ എഫ് ഓഫ് 2.01ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് ഡെൽറ്റ വൈയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതി വെക്കാം. അപ്പോൾ ഇനി അടുത്ത നാലാമത്തെ സ്റ്റെപ്പായിട്ട് എന്തായിരുന്നു പഠിച്ചത്? ഡെൽറ്റ വൈക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട് അല്ലെ. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്താ? വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ആണ്. വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് 8x പ്ലസ് ഫംഗ്ഷൻ 4x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 2. അപ്പം 8x പ്ലസ് 5 അതാണ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. എക്സിന്റെ വാല്യൂ ഉണ്ട് 2 ആണ്. 2s are 16 പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.01. അപ്പം 21 ഇൻറ്റു 0.001 which is equal to 0.21 അല്ലെ. ഡെൽറ്റ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി ഫ്രം 1 and 2. എഫ് ഓഫ് 2.01 is equal to 0.21 plus 28 which is equal to 28.21. This is the required answer. അടുത്തതും അതേപോലൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് 5.001 കാണണം. എഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതിയെടുക്കാം. എക്സ് ക്യൂബ് മൈനസ് 7x സ്ക്വയർ പ്ലസ് 15. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. ഇനി എക്സിന്റെ വാല്യൂവും ഡെൽറ്റ എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 5 എന്നും ഡെൽറ്റ എക്സിന്റെ വാല്യൂ എന്തെന്നും കൊടുക്കാം? 0.001 എന്നും കൊടുക്കാം. ഇനി അടുത്തത് ഡെൽറ്റ വൈ ആണ്. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x plus delta x minus f of x. f of x plus delta x is നമുക്ക് കണ്ടുപിടിക്കേണ്ട f of 5.001 minus f of 5. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ആണ് ഇത് കിട്ടിയേക്കുന്നത്. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5.001 മൈനസ് എഫ് ഓഫ് 5ന്റെ വാല്യൂ, അതായത് ഈ എക്സിന് പകരം 5 കൊടുക്കുക. 5 ക്യൂബ് അതെന്ന് പറയുന്നത് 125 ആണ്. മൈനസ് 7 ഇൻറ്റു 25 അല്ലെ. അത് എന്ന് പറയുന്നത് 25 ഇൻറ്റു 7 ഈസ്
35, 7 2s are 14, 175 varum. 175 plus 15, which is equal to 140 minus 175, which is equal to minus 35. Minus 35, that is plus 35. Okay. Now, f of 5.001 in the value delta y minus 35. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കിട്ടിയത്. ഇനി ഡെൽറ്റ വൈക്ക് വേറൊരു വാല്യൂയും കൂടിയുണ്ട്. ഡെൽറ്റ വൈ നാലാമത്തെ സ്റ്റെപ്പ് dy by dx into delta x, which is equal to 3x square minus 14x. അതാണ് dy by dx into delta x. ഇനി xന് വാല്യൂ കൊടുക്കുന്നു 5. 25 into 3, 75 minus 14 into 5. 14, 5 എന്ന് പറയുമ്പോൾ 5 4s are 20, 70. 70 into delta x is 0.001, which is equal to 5 into 0.001, which is equal to 0.005. ഇതാണ് ഡെൽറ്റ വൈയുടെ വാല്യൂ. നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ 1, f of 5.001 is equal to 0.005 minus 35, which is equal to 34.995 minus 34.995, which is the required answer. ഡെൽറ്റ എക്സ് നമുക്കറിയാം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസ് ആണ്, ഒരു ചെറിയ ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിക്രീസ് ആണെന്ന് അറിയാം. അപ്പം ഡെൽറ്റ എക്സിന് വേറൊരു പേരും കൂടിയുണ്ട്, എറർ എന്ന് പറയാം. എറർ. അപ്പൊ ഈ എറർ എന്ന് പറയാം, അങ്ങനെയും ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്. ഡെൽറ്റ സ്മോൾ ചേഞ്ച്, സ്മോൾ എറർ. ആൻഡ് ദെൻ ദ പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ, പെർസെൻറ്റേജ് എറർ എന്ന മീനിങ് പെർസെൻറ്റേജ് എറർ, അതായത് എക്സിനുണ്ടാകുന്ന എറർ ആണ് ഡെൽറ്റ എക്സ് എങ്കിൽ പെർസെൻറ്റേജ് എറർ ഈസ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു 100. തിരിച്ച് എക്സ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എക്സിൽ ഈ ഒരു എറർ വന്നു ഇൻറ്റു 100, അതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്കും കൂടി ഒന്ന് പരിചയിച്ച് വെക്കണം. കാര്യം ഇങ്ങനെയും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ ദ വോളിയം V of a cube of side x meters caused by increasing the side by 1%. അപ്പൊ ഈ അപ്രോക്സിമേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാം അപ്രോക്സിമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോളിയം, വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. നമുക്ക് എക്സിനുണ്ടാകുന്ന ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ഇൻക്രീസോ ഡിക്രീസോ ആണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ഡെൽറ്റ വി എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ ദ വോളിയം വി, ഡെൽറ്റ വി, ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എക്സ് മീറ്റർ. ക്യൂബാണ്, ക്യൂബിന്റെ കാര്യമാണ് പറയുന്നത്. വോളിയം ക്യൂബിന്റെ കാര്യം. എക്സ് മീറ്റർ സൈഡുള്ള ഒരു വോളിയം, ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആയിരിക്കും അല്ലെ, വി ഈക്വൽ ടു എക്സ് ക്യൂബ്. കോസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ സൈഡ് ബൈ 1%. ഇൻക്രീസിംഗ് ദ സൈഡ്, എക്സ് ഇൻക്രീസ് ചെയ്യുന്നു, സൈഡാണല്ലോ എക്സ്, എക്സ് ഇൻക്രീസ് ചെയ്യുന്നു ബൈ 1%. അപ്പൊ എക്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സിനുണ്ടാകുന്ന ചേഞ്ച് ഡെൽറ്റ എക്സ് അല്ലെ, ഇൻക്രീസ് ബൈ 1%, 1% ഇൻക്രീസ് ചെയ്യുന്നു. ആരുടെ 1%? ഓൾറെഡി ഉണ്ടായിരുന്ന എക്സ് മീറ്ററിന്റെ 1%. അപ്പം എക്സിൽ 1% ഇൻക്രീസ് ചെയ്തു. അല്ലെ നമുക്ക് ഇങ്ങനെ എഴുതാം, 100ൽ 1 അങ്ങനെയാണല്ലോ ശതമാനം പറയുന്നത്, പെർസെൻറ്റേജ് പറയുന്നത് അങ്ങനെയാണ്. 1/100 ഓഫ് വാട്ട്, എക്സ്. ഓക്കെ, അപ്പം 1% എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലാണ്, ഇങ്ങനെയാണ്. അപ്പൊ ഡെൽറ്റ എക്സ് എത്രയാണെന്ന് പറയാം? 0.01 എക്സ് ആണെന്ന് പറയാം ഡെൽറ്റ എക്സ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്തുകൊണ്ട് പോവുക. വളരെ എളുപ്പമാണ്. മീനിങ് മനസ്സിലാക്കിയാൽ വോളിയത്തിന്റെ ഇക്വേഷനൊക്കെ നമ്മൾ തന്നെ എഴുതണമെന്നേ ഉള്ളൂ. നേരത്തെയുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേഷനിൽ പിന്നെ സർഫസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിനകത്ത് ആ സെക്ഷനിനകത്ത് നമ്മൾ ചെയ്ത കണക്ക് വോളിയം ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് എ സ്ഫിയർ ഇതിന്റെയൊക്കെ ഇക്വേഷൻ നമ്മൾ തന്നെ എഴുതണം. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എന്നുള്ള ഒരു ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയും വോളിയം ഓഫ് എ ക്യൂബ് ആണെങ്കിൽ വി ഈക്വൽ ടു എക്സ് ക്യൂബ്. ഡെൽറ്റ എക്സ് പറഞ്ഞ 1% ആണ്, അതുകൊണ്ട് 1/100 ഇൻറ്റു എക്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഡെൽറ്റ വി ആണ്. അപ്പൊ ഇവിടെ വൈക്ക് പകരം വി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്, ഡെൽറ്റ എക്സ് ഉണ്ട്. എക്സിന്റെ വാല്യൂ അതുപോലെ ഇട്ടേക്കുക, എക്സിന്റെ വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് എക്സിന്റെ വാല്യൂ അത് എക്സ് എന്ന് തന്നെ ഇട്ടേക്കുക.
ഡെൽറ്റ വി കണ്ടുപിടിക്കാം. ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ കാര്യമില്ല. ലാസ്റ്റ് ഒരു ഡെൽറ്റ വൈ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പൊ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. അവിടെ വൈക്ക് പകരം എന്താണ്? ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി ഡി വി ബൈ ഡി എക്സ് ഇവിടുന്ന് എഴുതാമല്ലോ. ഡി വി ബൈ ഡി എക്സ് എഴുതാം. ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3x². ഡെൽറ്റ എക്സിന്റെ വാല്യൂവും കിടപ്പുണ്ട്. അപ്പോൾ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 3x² ഇൻറ്റു ഡെൽറ്റ എക്സ് വാട്ട് 0.01x ഇസ് ഈക്വൽ ടു 0.03 x³ അപ്പൊ ഡെൽറ്റ വി എന്ന് പറയുന്നത് വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ക്യൂബ്, അതായത് ഒറിജിനൽ വോളിയത്തിന് 0.03 ആണ്, 3% ആണ് എന്നാണ് മീനിങ്. അപ്പൊ മീനിങ് അങ്ങനെ കൂടുതൽ അങ്ങനെ തിയററ്റിക്കായിട്ട് പറയണ്ട, ഇങ്ങനെ എഴുതിയിരുന്നാൽ മതി. 0.03 x³ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. എക്സ് മീറ്റേഴ്സ് ആണ്. എക്സ് മീറ്റേഴ്സ് ആവുമ്പോൾ ഡെൽറ്റ വിയുടെ വോളിയം, അതായത് വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ റിക്വയർഡ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ ദ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എക്സ് മീറ്റേഴ്സ് കോസ്ഡ് ബൈ ഡിക്രീസിംഗ് ദ സൈഡ് ബൈ 1%. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ്. ഇവിടെ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ആണ് ചോദിക്കുന്നത്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണെന്ന് അല്ലേ? ഇപ്പോൾ സ്ഫിയറിൻ്റെ അതുപോലെ ക്യൂബ് അതിൻ്റെയൊക്കെ സർഫസ് ഏരിയ. ക്യൂബിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? എസ് ആണ് നമ്മൾ സർഫസ് ഏരിയക്ക് ഉപയോഗിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു, ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ടാവും? 6 ഫേസ് ഉണ്ടാവും. ഓരോന്ന് ഏരിയയും a² ആണ്. അപ്പൊ 6 a എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് എ ക്യൂബ്. ഇവിടുത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് മീറ്റേഴ്സ് ആണ്, അതുകൊണ്ട് 6x². അതാണ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ നമുക്ക് തനിയെ എഴുതണം. നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അതിന്റെ ഡെൽറ്റ എസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ ഡെൽറ്റ വി കണ്ടുപിടിച്ച പോലെ ഇവിടെ ഡെൽറ്റ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ തന്നിരിക്കുന്നത് ഡിക്രീസിങ് ദ സൈഡ് ബൈ 1%. സൈഡ് ഡിക്രീസ് ചെയ്യുന്നു, അതായത് ഡെൽറ്റ എക്സ് ആണ് തന്നിരിക്കുന്നത്. 1% ഡിക്രീസ് ചെയ്യുന്നു. 1% നമ്മൾ നേരത്തെ എഴുതിയത് 1/100 ഇൻറ്റു എക്സ് ആണ്. ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു മൈനസും കൂടി കൊടുക്കാം. ഓക്കെ, -0.01 എക്സ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അപ്പം എസ് ഇസ് ഈക്വൽ ടു 6x². ഡെൽറ്റ എസിന് ഇക്വേഷൻ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഡി എസ് ബൈ ഡി എക്സ് അല്ല, ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അത് വൈക്ക് പകരം ഇവിടെ എസ് ആണ്. അപ്പൊ ഡി എസ് ബൈ ഡി എക്സ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു 6² ആണ്. അപ്പൊ 12x ഇൻറ്റു ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 12x into -0.01x. That is -0.12 x². But small change, അല്ലെങ്കിൽ approximate change in the surface area is -0.12 x². എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? ഏരിയ ആണ്. ഏരിയ ആകുമ്പോൾ ഇവിടെ എക്സ് മീറ്റർ, ഔട്ട് സൈഡിന് മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെൽറ്റ എസ് ഏരിയ ഓഫ് ദ സർഫസ് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. -0.12 x² meter square. Sixth question, if the radius of a sphere is measured as 7 meter with an error of 0.02 meter, then find the approximate error in calculating its volume. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇഫ് എ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഇസ് മെഷേർഡ് ആസ് 7 മീറ്റർ. ഒരു സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് നമ്മൾ റേഡിയസ് എന്ന് എഴുതുന്നത് അല്ലെ? റേഡിയസ് ഇസ് ഈക്വൽ ടു 7 മീറ്റർ വിത്ത് ആൻ എറർ. നമ്മൾ നേരത്തെ പറഞ്ഞു എറർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ ഉള്ള ചേഞ്ചിനാണ്. അപ്പൊ 6 റേഡിയസിന്റെ എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ആർ ആണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ ആർ ആണ് 0.02 മീറ്റർ. ദെൻ find the approximate error in calculating its volume. ആ എറർ വോളിയത്തിന്റെ എറർ കണ്ടുപിടിക്കുക, അതായത് ഡെൽറ്റ വി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്ഫിയർ ആണ് സംഭവം. വി വോളിയം ഇസ് ഈക്വൽ ടു വാട്ട്? സ്ഫിയറിന്റെ വോളിയം 4/3 πr³ അല്ലെ? 4/3 πr³ ആണ് വോളിയം.
നമുക്കറിയാം ഡെൽറ്റ വിയുടെ ഇക്വേഷൻ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, അങ്ങനെയാണ് സാധാരണ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എക്സ് അല്ല വേരിയബിൾ എന്താണ്, ആറാണ്. വേണമെങ്കിൽ എക്സ് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മളാണ് ഈ 6 കൊടുത്തത്. അപ്പം എന്ത് കൊടുക്കുന്നോ അത് വെച്ചിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പം വോളിയം കാണുമ്പോഴേ അറിയാമല്ലേ ആ വേരിയബിൾ 6 ആണ്, ഡെൽറ്റ ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഡി ആർ ആണ് എഴുതേണ്ടത്. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ എങ്ങനെ എഴുതാം, 4/3 പൈ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 3r². പിന്നെ ഈ ഡെൽറ്റ ആർ അപ്പം നമുക്ക് വരുന്നത് 4πr² ഡെൽറ്റ ആർ. ആറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ആറിന്റെയും ഡെൽറ്റ ആറിന്റെ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4π7² ഇൻറ്റു 0.02 വിച്ച് ഇസ് ഈക്വൽ ടു, ഇതെല്ലാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3.92 പൈ. പൈ അതുപോലെ ഇരുന്നാൽ മതി. 3.92 പൈ ഏതായിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, വോളിയം ആണ് അല്ലെ. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ ക്യൂബ്. മീറ്ററിൽ തന്നിരിക്കുന്നുണ്ട്, മീറ്റർ ക്യൂബ് എഴുതാം. ദിസ് ഇസ് ദ റിക്വയർഡ് ആൻസർ. 7th question. If the radius of a sphere is measured as 9 meter with an error of 0.03 meter, then find the approximate error in calculating its surface area. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ വോളിയത്തിന് പകരം സർഫസ് ഏരിയ ആണെന്നേ ഉള്ളൂ. ഇവിടെ സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, r is equal to 9 meter with an error. എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ആർ, ആറിന്റെ സ്ലൈറ്റ് ചേഞ്ച് 0.03. Then find the approximate error in calculating its surface area. Delta S ആണ് കണ്ടുപിടിക്കേണ്ടത്. സർഫസ് ഏരിയ, സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, S is equal to 4πr² അല്ലെ, 4πr². സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഡെൽറ്റ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഈസ് ds ബൈ dr ഇൻറ്റു ഡെൽറ്റ ആർ which is equal to ds by dr എന്ന് പറയുമ്പം എസ് താണ്ടെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് 4π, r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു ഡെൽറ്റ ആർ. നമുക്ക് ആർ ഡെൽറ്റ ആർ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ട്. 4π ഇൻറ്റു 2 ഇൻറ്റു 9 ഇൻറ്റു 0.03. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 2.16 പൈ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ആണ്, സർഫസ് ഏരിയ ആയതുകൊണ്ടാണ് മീറ്റർ സ്ക്വയർ കൊടുത്തത്. 8th question ഇതാണ്. Then the approximate value of f of 3.02. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. നമുക്ക് ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² പ്ലസ് 15x പ്ലസ് 5 കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 3.02 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 3 എന്നും ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.02 എന്നും എടുക്കാം. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 3.02 മൈനസ് എഫ് ഓഫ് 3 എന്ന് എഴുതാം. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പൊ 3 ഇൻറ്റു 3² that's 9, 27, 15 into 3 is 45 plus 5, 77. Okay. അപ്പം എഫ് ഓഫ് 3.02 is equal to 77 plus delta y. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നമുക്ക് കിട്ടി, 77 പ്ലസ് ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ കാണാനുള്ള അടുത്ത ഇക്വേഷൻ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് എന്താണ്, ഫംഗ്ഷന്റെ വാല്യൂ 3x² പ്ലസ് 15x പ്ലസ് 5 ആണ്. അപ്പം 6x പ്ലസ് 15 ആണ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. എക്സിന് വാല്യൂ കൊടുക്കാം. 6 3s are 18, 18 plus 25 is 33, 33 into delta x. Delta x is what? Delta x is 0.02. അല്ലേ, അപ്പോൾ 0.66. അപ്പോൾ 77 പ്ലസ് ഡെൽറ്റ വൈ ആണ് ആൻസർ. That is f of 3.02 is equal to 77 plus 0.66. That is 77.66 is the required answer. Option D.
6.4 exercise last question. The approximate change in the volume of a cube of side x meters caused by increasing the side by 3%. നമ്മൾ നേരത്തെ ചെയ്തതാണ് ടൈപ്പ്. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ ദ വോളിയം ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂബ് ആണ്. ക്യൂബ് ആകുമ്പോൾ വി ഈസ് ഈക്വൽ ടു സൈഡ് എക്സ് മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പം എക്സ് ക്യൂബ് വി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് ഇക്വേഷൻ. കോസ്റ്റ് ബൈ ഇൻക്രീസിംഗ് ദ സൈഡ് ബൈ 3%. അപ്പോൾ ഡെൽറ്റ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3%. 3/100 into x. അപ്പോൾ ഇനി ഡെൽറ്റ വിയുടെ ഇക്വേഷൻ എഴുതാം. dv by dx into delta x. dv by dx v is equal to x cube ആണല്ലോ. അപ്പോൾ 3x square into delta x is equal to 3x square into delta xന്റെ വാല്യൂ 0.03 അല്ലെ. 3/100 എന്ന് പറഞ്ഞാൽ 3.03 x which is equal to 0.09 x cube meter cube. മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 0.09 x cube meter cube which is option C.